രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ ഈ 2 ഇരകളാക്കപ്പെട്ട കുട്ടികളുടെയും പരാതി അവിടെ ലഭിച്ചിട്ടുണ്ടല്ലോ. ആ ലഭിച്ച പരാതി, ആദ്യത്തെ പരാതിയിൽ പോലീസിന് പോലും ഇന്നേവരെ കൈമാറിയിട്ടില്ല. രണ്ടാമത്തെ പരാതി ഈ മാധ്യമങ്ങളെല്ലാം നല്ല വാർത്ത വന്നതുകൊണ്ട് പോലീസിന് കൈമാറി. ശരി, കോൺഗ്രസിന് ഈ 2 ഗൗരവകരമായ പരാതിയും കിട്ടി, ആ 2 പരാതി അല്ലാത്ത പരാതി വേറെ കിടക്കുന്നു. ഇതിന്റെ എല്ലാം പേരിൽ ഒരു നടപടി എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ആ മൗനാനുവാദത്തോടു കൂടി കാര്യങ്ങളെല്ലാം നിർവഹിക്കുക, എന്നിട്ട് സമൂഹത്തെ പറ്റിക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതേതാണ്ട് ഒട്ടകപക്ഷിയുടെ നിലപാടാണ്. ഒട്ടകപക്ഷി ഇങ്ങനെ ഓടി വന്ന് പൂഴിയിൽ തല താഴ്ത്തി വെച്ചിട്ട് അത് ഒളിച്ചിരിക്കുകയാണെന്ന് കരുതും. അതുപോലെയുള്ള ഒരു സമീപനമാണ്. ഒരു പരാതി പാർട്ടിക്ക് മുമ്പിൽ കിട്ടിയാൽ പാർട്ടി കോടതിയിൽ തീർപ്പാക്കുന്ന പാരമ്പര്യമുള്ള CPM-ന് കുറ്റം പറയാൻ എന്താണ് അവകാശം എന്നാണ് ഇന്ന് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ചോദിച്ച ചോദ്യമാണ്. ഞാൻ ഇന്ന് ഏതായാലും ഈ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് മാത്രം ഇന്ന് പുറത്തു വന്ന ഒരു പ്രതികരണം കേൾപ്പിക്കാം. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ശ്രീമതി ലസിത നായർ നടത്തിയ ഒരു പ്രതികരണം. മുകേഷ് MLA-യുടെ പീഡനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ ഈ കേസിനെ തട്ടിച്ചവർ സംസാരിച്ചത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അപ്പോൾ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തുടർ നടപടികൾ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ നിയമത്തിന് വിടുകയാണ്. നിയമം അനുശാസിക്കുന്ന ഏത് കുറ്റവാളിക്കും ഏത് പീഡകനും അർഹമായ വിധത്തിലുള്ള ശിക്ഷ ഉണ്ടാവണം. ഇങ്ങനെ ചില മാപിനികളൊക്കെയുള്ള പാർട്ടിയാണ് CPM എന്നൊരു ആക്ഷേപമുണ്ട്. മറ്റുള്ളവർക്ക് അതില്ല. അവർ നിയമത്തെ ആശ്രയിക്കുന്നു, CPM പാർട്ടി കോടതിയെ ആശ്രയിക്കുന്നു എന്ന്. ശ്രീ SK സജീഷ്, എന്ത് ചെയ്യും? ഒരു കാര്യം, ഇത്തരം വിഷയങ്ങളെയെല്ലാം സമീകരിക്കാൻ വേണ്ടി ചില വാചകങ്ങളും പ്രയോഗങ്ങളും പാർട്ടി കോടതി അങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് ചില പൊതുവായിട്ട് ഒരു പരിസരം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം പലപ്പോഴും നടത്താറുണ്ട്. മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ ശക്തമായ നിലപാട് സ്വീകരിക്കും. പലപ്പോഴും നിലപാടുകൾ സ്വീകരിക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ടല്ല. ഇതിനകത്ത് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?